ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ വാട്ടർ അഥവാ ജലം എന്ന 16ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അമൂല്യമായ ഒന്നാണ് ജലം അല്ലെങ്കിൽ വാട്ടർ. വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. The substance of water is a cause for origin of life on earth. ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ തന്നെ കാരണം ജലമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ചന്ദ്രനിൽ ജലമുണ്ടോ, അതേപോലെ ചൊവ്വയിൽ ജലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നത്. ജലമുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 65% of the body parts of animals and plants contain water. പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ശരീരത്തിൽ 65% എന്താണ്? ജലം തന്നെയാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ജലം ആവശ്യമായിട്ട് വരുന്നത്? ജീവൻ നിലനിർത്താൻ ജലം ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ കൃഷി ചെയ്യണമെങ്കിൽ ജലം വേണം. ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം നടത്തണമെങ്കിൽ ജലം ആവശ്യമാണ്. എനർജി പ്രൊഡക്ഷൻ, അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിലും ജലം ആവശ്യമാണ്. പിന്നെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം. നമുക്കറിയാമല്ലേ, ജലഗതാഗതമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷനും ജലം ആവശ്യമാണ്. ഇനി പ്രകൃതിയിൽ നിന്നും നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് ജലം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം ലഭിക്കുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റെയിൻ വാട്ടർ. മഴയിൽ നിന്നും നമുക്ക് ജലം ലഭിക്കുന്നുണ്ട്. അതേപോലെ വെൽസ് അല്ലെങ്കിൽ കിണറുകൾ, ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകൾ, സ്ട്രീംസ് അല്ലെങ്കിൽ അരുവികൾ, റിവേഴ്സ് അല്ലെങ്കിൽ നദികൾ, ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രം, ഇതിൽ നിന്നെല്ലാം നമുക്ക് ജലം ലഭിക്കുന്നുണ്ട്. ഇനി വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോ മാറ്ററിൻ്റെ ഈ 3 സ്റ്റേറ്റിലും കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ നമുക്ക് സോളിഡ് രൂപത്തിൽ ഐസായിട്ട് കാണാൻ സാധിക്കും, ലിക്വിഡ് രൂപത്തിൽ വാട്ടറായിട്ട് തന്നെ കാണാൻ സാധിക്കും, ഗേഷ്യസ് രൂപത്തിൽ വാട്ടർ വേപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ വാട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് നമുക്ക് നോക്കാം. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി ബീക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു തെർമോമീറ്റർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ നിന്നും ഈ ബീക്കറിലേക്ക് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്തോറും നമുക്ക് തെർമോമീറ്ററിലൂടെ ഇതിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഈ തെർമോമീറ്ററിലെ റീഡിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതായത് പിന്നീട് തെർമോമീറ്റർ ഇൻക്രീസ് കാണിക്കില്ല, ഒരു വാല്യൂ അങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചറിനെയാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം പിന്നെ എത്ര ചൂട് നമ്മൾ വെള്ളത്തിന് കൊടുത്താലും ആ ഒരു ടെമ്പറേച്ചർ തെർമോമീറ്റർ റീഡ് ചെയ്യില്ല. 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണിക്കും. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് കോൾഡ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഏതൊരു ലിക്വിഡ് ആണെങ്കിലും നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ബോയിൽ ആവാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് തിളയ്ക്കാൻ ആരംഭിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ. അങ്ങനെയെങ്കിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും വെള്ളം തിളച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നമ്മൾ ഹീറ്റ് ചെയ്ത് വൺസ് വാട്ടർ ബോയിലായി കഴിഞ്ഞാൽ പിന്നെ തെർമോമീറ്ററിൽ നമുക്ക് ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കില്ല. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു?
ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് വൺസ് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സപ്ലൈ ചെയ്ത് ഹീറ്റ് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പാത്രത്തിലെ വെള്ളം വറ്റി പോകുന്നതായിട്ട്. അതായത് വെള്ളത്തിന് എന്ത് സംഭവിച്ചു? വെള്ളം അടുത്ത സ്റ്റേറ്റിലേക്ക് മാറി, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറി, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. ഹെൻസ് ഓൾ ദ എക്സസ് ഹീറ്റ് സപ്ലൈഡ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റീം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൈ ഇങ്ങനെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൈക്ക് പൊള്ളലേക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? മുകളിലൂടെ സ്റ്റീം അല്ലെങ്കിൽ ആവി ഇങ്ങനെ പോരുന്നുണ്ടായിരിക്കും. ഈ ആവിക്ക് വെള്ളത്തിനേക്കാളും എന്താണ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അവിടെ എന്തിലാണ് കാണുന്നത്? സ്റ്റീമിലാണ് കാണുന്നത്. ഓക്കെ, ദ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം നമുക്ക് എത്രത്തോളം പൊള്ളൽ ഏൽപ്പിക്കുമോ അതിനേക്കാൾ കൂടുതൽ പൊള്ളലാണ് ആ ഒരു ആവി കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ, സോ എന്താണ് ബോയിലിംഗ് പോയിന്റ്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റിന് ശേഷവും നമ്മൾ പിന്നെയും വെള്ളം ഹീറ്റ് ചെയ്താൽ ആ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ആവാത്തത് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ എല്ലാ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രഷർ കുക്കർ അല്ലേ? എന്തിനാണ് പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്? ഫുഡ് കുക്ക് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കുക്കർ എന്ന പേരിൽ തന്നെയുണ്ട് ഒരു പ്രഷർ എന്ന വാക്കല്ലേ? അതായത് പ്രഷർ കുക്കറിൽ നമ്മൾ ഹൈ പ്രഷറിലാണ് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവും. നമ്മൾ നേരത്തെ പഠിച്ചു, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഈ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവും. സോ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലാതെ 100 ഡിഗ്രി സെൽഷ്യസ് അല്ല. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ എന്ത് അനുഭവപ്പെടുന്നു? ഹൈ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഫാസ്റ്റായിട്ട് കുക്കാവും. എന്നാൽ ഇനി പ്രഷർ കുറയുന്ന കേസസിൽ എങ്ങനെയായിരിക്കും? ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് എന്ന് പറയുമ്പോൾ ഊട്ടി, മൂന്നാർ അങ്ങനെയുള്ള കുറച്ച് ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാനോ ശ്രമിച്ചാൽ ഈ പറഞ്ഞ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കില്ല. പകരം എത്ര ടെമ്പറേച്ചറിലായിരിക്കും? അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. സോ മലയുടെ മുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വാട്ടർ ബോയിലാകും. സോ പ്രഷർ കുക്കറിൻ്റെ കേസിൽ നമ്മൾ ഹൈ പ്രഷർ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ടും പറ്റും. സോ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ കുക്കിംഗ് ടൈം നമുക്ക് കുറഞ്ഞു കിട്ടും. എന്നാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ പ്രഷർ കുറവാണ്. സോ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ആവും. 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ നമുക്ക് കൂടുതൽ സമയമെടുക്കും കുക്ക് ചെയ്യാനായിട്ട്. നൗ ഡസ് വാട്ടർ വേപ്പറൈസ് ഒൺലി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? അതായത് വാട്ടർ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ മാത്രമാണോ വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? Water exists in the liquid form at temperatures between 0 degree Celsius and 100 degree Celsius. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് വാട്ടർ അതിൻ്റെ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്നത്. ബട്ട് വാട്ടർ ചേഞ്ചസ് ടു വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഈ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയുള്ള ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും വാട്ടറിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതായത് ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ മാത്രമല്ല വാട്ടർ വേപ്പറായിട്ട് മാറുന്നത്, അതിന് മുന്നേയും വാട്ടറിന് വാട്ടർ വേപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ?
Now, evaporation is a process by which a liquid changes to vapor. ഒരു ലിക്വിഡ് അതിൻ്റെ സ്റ്റേറ്റ് മാറി വേപ്പറിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ, അല്ലെങ്കിൽ ലിക്വിഡ് അതിൻ്റെ ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. On heating water, the heat absorbed is utilized for rise in temperature and for evaporation. നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആക്കാനും അതേപോലെ തന്നെ ഇവോപ്പറേഷൻ, ആ വെള്ളത്തിനെ വാട്ടർ വേപ്പറായിട്ട് മാറ്റാനും ഉപയോഗിക്കുന്നുണ്ട്. സോ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. പക്ഷേ ആ സമയത്ത് എന്തും കൂടി സംഭവിക്കുന്നുണ്ട്? വാട്ടറിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട് അല്ലേ? ലിക്വിഡ് ഫോമിൽ നിന്നും വേപ്പർ ഫോമിലേക്ക് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്ന ഒരു ടെമ്പറേച്ചർ കൂടിയാണ് ഈ 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വെള്ളത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹീറ്റ് കപ്പാസിറ്റി. ജലത്തിന് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ആണുള്ളത്. സോ എന്താണ് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നോക്കാം. It is the amount of heat required to change the temperature of a given amount of matter by 1 degree Celsius. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് ആവശ്യമായ ഹീറ്റിനെയാണ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ടറിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത്. അതായത് വെള്ളം സാവധാനമായിരിക്കും ചൂട് പിടിച്ച് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളവും മറ്റൊരു ബീക്കറിൽ കുറച്ച് എണ്ണയും എടുത്തിട്ട് ചൂടാക്കുക. ഏതായിരിക്കും ആദ്യം ചൂടാവുന്നത്? എണ്ണയായിരിക്കും ആദ്യം ചൂടാവുന്നത്. എന്തുകൊണ്ടാണ്? എണ്ണയുടെ ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാനായിട്ട് കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതിയാവും. എന്നാൽ വെള്ളം അങ്ങനെയല്ല. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആവാൻ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? So even when the same amount of heat is supplied to equal quantities of water and coconut oil, the temperature of water doesn't increase suddenly because of its high heat capacity. Same amount of waterും കോക്കനട്ട് ഓയിലും നമ്മൾ ഈക്വൽ ഹീറ്റ് കൊടുത്ത് ചൂടാക്കുന്ന സമയത്ത് ഏതായിരിക്കും ആദ്യം ഹീറ്റ് ആവുന്നത് അല്ലെങ്കിൽ ആദ്യം ചൂട് പിടിച്ച് വരുന്നത്? കോക്കനട്ട് ഓയിലായിരിക്കും. വെള്ളം സാവധാനമാണ് ഹീറ്റ് ആവുന്നത്. ഇതെന്തുകൊണ്ടാണ്? വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ്. വാട്ടർ ഹാസ് എ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. സോ ഇങ്ങനെ ലഭിക്കുന്ന ചൂട് വാട്ടറിന് കുറേ സമയം നിലനിർത്താനും കഴിയും. സോ ഈ ഹീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനും വാട്ടറിന് കഴിവുണ്ട്. മനസ്സിലായോ? ഇനി വെള്ളത്തിൻ്റെ ഈ ഹൈ ഹീറ്റ് കപ്പാസിറ്റി യൂസ്ഫുൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഓബ്ജെക്ട്സ്. അതായത് നല്ല ചൂടുള്ള ഒബ്ജെക്ട്സിനെ തണുപ്പിക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ നമ്മൾ എണീറ്റ് ചായ കുടിക്കാനായിട്ട് ചെല്ലുവാണ്. അന്നേരം ചായ ഭയങ്കര ചൂടാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ നമ്മളത് ആറ്റി തണുപ്പിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ ചായയുടെ ഗ്ലാസ് ഇറക്കി വെക്കാനായിട്ട് പറ്റും അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചായയുടെ ചൂട് എന്തിലേക്ക് പോവും? വെള്ളത്തിലേക്ക് പോവും. ഈ നോർമൽ വാട്ടർ ചായയുടെ ചൂട് അബ്സോർബ് ചെയ്തെടുക്കും. ചായ തണുക്കുകയും ചെയ്യും. ഈ ബീക്കറിലിരിക്കുന്ന വെള്ളം എന്ത് പറ്റും? പയ്യെ പയ്യെ ചൂടാവുകയും ചെയ്യും. മനസ്സിലായോ? നൗ സെക്കൻഡ് കേസാണ്, വാട്ടർ ഇസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻസ്. ഓട്ടോമൊബൈൽ എൻജിൻസ് അതായത് നമ്മുടെ കാറ്, അതേപോലെ ലോറി, അങ്ങനെ ഏത് ഓട്ടോമൊബൈൽ എൻജിൻ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ റേഡിയേറ്റേഴ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻജിൻ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേറ്റേഴ്സിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നൗ 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. നമ്മൾ നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ 2/3 ഭാഗവും എന്ത് തന്നെയാണ്? വാട്ടറാണ്. ഇതിൻ്റെ പ്രയോജനം എന്താ?
ദിസ് റെഗുലേറ്റ്സ് എ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. ഇതുകൊണ്ടാണ് ഭൂമിയിൽ ഭയങ്കര കഠിനമായ ചൂട് നമുക്ക് ഫീൽ ചെയ്യാതെ ആ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. നൗ മോർ ദാൻ 65% ഓഫ് ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇസ് വാട്ടർ. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ശരീരത്തിൻ്റെ 65% എന്ത് തന്നെയാണ്? വാട്ടറാണ്. ദിസ് റെഗുലേറ്റ്സ് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ദസ് ക്യാൻ അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. സോ ഈ 65% വാട്ടർ ആകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അവിടെയും നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഓഫ് പ്ലാന്റ്സും ആനിമൽസും റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആ ടെമ്പറേച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാനും പ്ലാന്റ്സിനും ആനിമൽസിനും സാധിക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ കൂടുതലും ജലമായതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി വാട്ടറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എന്താണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ? When water is cooled, its density increases and the cold water goes down. വെള്ളം തണുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു, അതിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം താഴത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദിസ് occurs till the temperature reaches 4 degrees Celsius. ഈ ഒരു പ്രോസസ്സ് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും സംഭവിക്കും. When atmospheric temperature goes below 4 degrees Celsius due to anomalous expansion of water, its volume increases while its density decreases. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിലും താഴത്തേക്ക് ടെമ്പറേച്ചർ പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ടറിന് അനോമലസ് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അതായത് വാട്ടർ അബ്നോർമലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. തണുപ്പിക്കുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും ശരിക്കും അല്ലേ? പക്ഷേ എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെ ടെമ്പറേച്ചർ പോയി കഴിയുമ്പോൾ പിന്നെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് വാട്ടറിന് പറ്റില്ല. പകരം വാട്ടർ എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഡെൻസിറ്റി ഡിക്രീസ് ആവും. വാട്ടർ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് റൈസസ് ടു ദ സർഫസ്. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന് താഴെ നിൽക്കാൻ പറ്റില്ല. അതെങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. ഇറ്റ് ഫ്രീസസ് ആൻഡ് കവേഴ്സ് ദ സർഫസ് ഓഫ് വാട്ടർ വിത്ത് ഐസ് വിച്ച് ഈസ് ലെസ് ഡെൻസ് ദാൻ വാട്ടർ. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് പോയ വെള്ളം ക്രമേണ എന്ത് സംഭവിക്കും? ഫ്രീസ് ആകും. അങ്ങനെ താഴെയുള്ള വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഐസ് ലെയർ ഫോം ചെയ്യുന്നു. അക്വാട്ടിക് ലൈഫ് ഇൻ വാട്ടർ ബോഡീസ് അറ്റ് കോൾഡർ റീജിയൻസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ വാട്ടർ ബിലോ ദിസ് ലെയർ ഓഫ് ഐസ്. അതുകൊണ്ട് തന്നെ തണുത്ത പ്രദേശങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെ മുകളിലൊക്കെ എന്ത് കാണാനായിട്ട് പറ്റും? ഐസിൻ്റെ ലെയർ കാണാൻ പറ്റും. അവിടെ അക്വാട്ടിക് ആനിമൽസ് ഇല്ലേ? ഉണ്ട്. അക്വാട്ടിക് ആനിമൽസ് അവിടെയും ഉണ്ട്. എവിടെയായിട്ടായിരിക്കും? ഈ ഐസ് ലെയറിൻ്റെ താഴെയായിട്ട് കാണുന്നത് വാട്ടർ ഫോമിൽ തന്നെയാണ്. ഈ വാട്ടറിൽ അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? മുകളിലെ ഈ ഐസ് പാളികൾ 0 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. എന്നാൽ താഴെ എത്ര ടെമ്പറേച്ചർ വരെ ഉണ്ട്? 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട്. അപ്പോൾ ഈ താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിൽ അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതായത് വെള്ളം നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ആകുന്നു. കോൾഡ് വാട്ടർ താഴത്തേക്ക് പോകുന്നു. എന്നാൽ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞു കഴിയുമ്പോൾ ഡെൻസിറ്റി വീണ്ടും ഇൻക്രീസ് ആകുന്നതിന് പകരം എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ആയിട്ട്, അല്ലെങ്കിൽ വാട്ടർ എക്സ്പാൻഡ് ആയിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടർ മുകളിലേക്ക് വരുന്നു. അത് പിന്നീട് ഫ്രീസ് ചെയ്ത് ഐസായിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സോ ഇത് എവിടെയാണ് ഉപകാരപ്രദമാകുന്നത്? കോൾഡർ റീജിയൻസിലെ അക്വാട്ടിക് ലൈഫിനാണ് ഇത് ഉപകാരമായിട്ട് വരുന്നത്. കാരണം അവിടെ മുകളിൽ ഐസ് ലെയർ ഉണ്ടെങ്കിലും താഴെ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. അവിടെ അക്വാട്ടിക് ആനിമൽസിന് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് നോക്കാം. ഫ്രീസിംഗ് ഓഫ് വാട്ടർ. വാട്ടർ ചേഞ്ചസ് ടു ഐസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ റീച്ചസ് 0 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും
വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റായ ഐസിലേക്ക് മാറും. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് ഫ്രീസ് ആകുന്ന ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റായ ഐസിലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, നോർമലി ഓൾ സബ്സ്റ്റൻസസ് ഷ്രിങ്ക് ഓൺ കൂളിംഗ് ആൻഡ് ദെയർ വോളിയം ഡിക്രീസസ്. ദിസ് ഇൻക്രീസസ് ഇറ്റ്സ് ഡെൻസിറ്റി. സാധാരണഗതിയിൽ ഏത് വസ്തുവിനെയും നമ്മൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ വോളിയം കുറയും, അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ആകും. എന്നാൽ വെള്ളത്തിൻ്റെ കേസിൽ ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ മേലെ ഐസ് പൊങ്ങിക്കിടക്കില്ലല്ലോ. സോ വെള്ളത്തിൻ്റെ കേസിൽ എന്താ പറ്റുന്നത്? വെൻ വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു ഐസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ്. അതായത് നമ്മൾ വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ പഠിച്ചിരുന്നു അല്ലേ? അതായത് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും വെള്ളം തണുപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം ഡിക്രീസ് ആകുന്നുണ്ട്, അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞും നമ്മൾ വാട്ടറിനെ തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അബ്നോർമലായിട്ട് എക്സ്പാൻഡ് ആവും, അതായത് വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ആവും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മേലെ ഐസ് പൊങ്ങിക്കിടക്കുന്നത്. അതായത് ഐസിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. എന്നാൽ ഇതുപോലെയല്ല മറ്റ് സബ്സ്റ്റൻസസിൻ്റെ കേസിൽ. ബാക്കി സബ്സ്റ്റൻസസിൻ്റെ കേസിൽ എന്താണ്? നമ്മൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ വോളിയം കുറഞ്ഞിട്ട് ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു. നമ്മൾ അതിനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പോകും. എന്നാൽ ഐസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഐസിൻ്റെ കേസിൽ ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ എവിടെ വാട്ടർ ബോഡീസ് കണ്ടാലും ആ വാട്ടറിൻ്റെ സർഫസിൻ്റെ മുകളിലായിട്ട് എന്താണുള്ളത്? എയർ ആയിരിക്കും അല്ലേ? സോ എയറിൽ വാട്ടർ മോളിക്യൂൾസ് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതായത് വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും വെള്ളത്തിൻ്റെ സർഫസിൻ്റെ മുകളിൽ വാട്ടർ മോളിക്യൂൾസ് കാണപ്പെടുന്നത്. സോ ഇവിടെ കാണുന്ന ഈ ഒരു സെറ്റപ്പ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നത് വാട്ടറാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിൻ്റെ മേലെ കാണുന്ന ഫ്രീ സർഫസിൽ വാട്ടർ വേപ്പർ ഫോമിലാണുള്ളത്, അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലാണുള്ളത്. ഇനി ഈ 2 സ്റ്റേറ്റിനും എന്താണ് പ്രത്യേകത? ഗേഷ്യസ് ഫോമിലാണെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കമ്പയർഡ് ടു ഗേഷ്യസ് ഫോം, ലിക്വിഡ് ഫോമിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ വാട്ടർ മാത്രം ഉള്ള ഒരു കേസ് എടുക്കുമ്പോൾ ഇവിടെ ഉള്ളിലും അതേപോലെ ഈ സൈഡുകളിലെല്ലാം അട്രാക്ഷൻ കൂടുതലായിരിക്കും. എന്നാൽ ഈ സർഫസിലെ അട്രാക്ഷൻ കുറവാണ്. അതായത് സർഫസിലെത്തുമ്പോൾ ഈ സർഫസിൻ്റെ ആ ഒരു ലൈനിലും താഴേക്കും മാത്രമാണ് കൂടുതൽ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. മുകൾ വശത്ത് അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ബിഹേവിയറിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് വെള്ളം എവിടെയുണ്ടെങ്കിലും അതിൻ്റെ സർഫസ് നമ്മൾ എടുക്കുമ്പോൾ ആ സർഫസിൽ സൈഡിലേക്കും അതേപോലെ താഴേക്കുമാണ് കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. കാരണം അവിടെ കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ മുകൾ വശത്ത് വാട്ടർ വേപ്പർ ഫോമിലാണുള്ളത്, അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ട് വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് ബിഹേവ് ചെയ്യും. ഈ ഒരു ബിഹേവിയറിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ലിക്വിഡ്സിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ സർഫസ് ടെൻഷൻ വെള്ളത്തിനുണ്ട്. വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കൊണ്ടാണ്
വെള്ളത്തിൽ എട്ടുകാലി അതുപോലെ ചില ഇൻസെക്ട്സിനൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബ്ലേഡ് അതിൻ്റെ മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കാനും കാരണം വാട്ടറിൻ്റെ ഈ സർഫസ് ടെൻഷൻ മൂലമാണ്. അതായത് വാട്ടറിൻ്റെ സർഫസ് നമ്മൾ എടുക്കുമ്പോൾ താഴേക്കും അതേപോലെ സൈഡിലേക്കുമാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത്. മുകൾ വശത്ത് അട്രാക്ഷൻ കുറവാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഗേഷ്യസ് ഫോമിലാണ് വാട്ടർ കാണപ്പെടുന്നത്. താഴെയാണെങ്കിൽ അത് ലിക്വിഡ് ഫോമിലാണ്. കമ്പയർഡ് ടു ഗേഷ്യസ് ഫോം താഴെ കൂടുതൽ മോളിക്യൂൾസ് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർഫസ് ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് സർഫസ് ടെൻഷൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. For the definite mass of a substance, surface area is minimum for spherical shape. അതായത് നമ്മൾ ഒരു മാസ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ അതിനെ മോൾഡ് ചെയ്താലാണ് ഏറ്റവും കുറവ് സർഫസ് ഏരിയ വേണ്ടി വരുന്നത്? സ്ഫെറിക്കൽ ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് ഏതൊരു മാസ് ഓഫ് സബ്സ്റ്റൻസും ഏറ്റവും കുറവ് സർഫസ് ഏരിയയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. കാരണം സർഫസ് ടെൻഷൻ അതിൽ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ എപ്പോഴും ഏറ്റവും കുറവാക്കി വെക്കുന്ന രീതിയിലാണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഏത് ഷേപ്പിലിരിക്കുമ്പോഴാണ് അതിൻ്റെ സർഫസ് ഏരിയ ഏറ്റവും കുറവ്? സ്ഫെറിക്കൽ ഷേപ്പിലിരിക്കുമ്പോഴാണ്. സോ സർഫസ് ടെൻഷൻ കാരണമാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മേലെ ഒരു ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമെന്ന്. അതെന്തുകൊണ്ടാണ്? വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കാരണമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ബ്ലേഡ് ഇടുമ്പോൾ ഈ ബ്ലേഡിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് കാരണം താഴത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കാരണം വാട്ടർ ഈ ബ്ലേഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സും ബാലൻസിലായതുകൊണ്ടാണ് ബ്ലേഡിന് വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഈ വെള്ളത്തിലേക്ക് നമ്മൾ സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷന് എന്ത് സംഭവിക്കും? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. അതായത് നൗ ദ സർഫസ് ടെൻഷൻ ക്യാൻ നോ ലോങ്ങർ ബാലൻസ് ദ ബ്ലേഡ്സ് വെയ്റ്റ്. ഇനി ഈ ബ്ലേഡിൻ്റെ വെയ്റ്റിനെ സർഫസ് ടെൻഷന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് താഴത്തേക്കുള്ള ഫോഴ്സിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ബ്ലേഡിൻ്റെ വെയിറ്റ് മൂലം അത് താഴത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. എന്നാൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞു. അതുകൊണ്ട് മുകളിലേക്കുള്ള ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ഫോഴ്സാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ബ്ലേഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. സോ ഇവിടെ ഇംബാലൻസ് വന്നു അല്ലേ? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ബാലൻസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലേഡ് സിങ്കായി പോവും. ബ്ലേഡ് താഴത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? സോ വെള്ളത്തിന് സർഫസ് ടെൻഷൻ കൂടുതലാണ്. അതിലേക്ക് കുറച്ച് സോപ്പ് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസ് ടെൻഷൻ കുറയും. ക്ലിയർ അല്ലേ? സോ സോപ്പ് വെള്ളത്തിനാണ് സാധാരണ വെള്ളത്തിനേക്കാളും സർഫസ് ടെൻഷൻ കുറവെന്ന് മനസ്സിലായി അല്ലേ? ഇനി ഇത് നമ്മൾ എവിടെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ലോണ്ടറി അല്ലെങ്കിൽ തുണികൾ വാഷ് ചെയ്യുന്ന സമയത്താണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇൻ ഓർഡർ ടു റിമൂവ് ഡേർട്ട് ഫ്രം ദ ഫാബ്രിക്, വാട്ടർ ഷുഡ് മൂവ് ഈസിലി ത്രൂ ദ ഫൈൻ ത്രെഡ്സ് ഓഫ് ദ ഫാബ്രിക്. ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഒരു തുണിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അഴുക്ക് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വെള്ളം അതിൻ്റെ ഓരോ ഇഴകളിലേക്കും ഇറങ്ങിച്ചെല്ലണം. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ബൈ ഡിക്രീസിങ് ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്. അതായത് വെള്ളം തുണിയിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലണമെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ഈ വാട്ടർ മോളിക്യൂൾസിന് തുണിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ സാധ്യമാകും? ഇത് സാധ്യമാകണമെങ്കിൽ സർഫസ് ടെൻഷൻ കുറച്ചാൽ മതി. സർഫസ് ടെൻഷൻ കുറയ്ക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. ഇനി സർഫസ് ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം? അതിലേക്ക് സോപ്പ് ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ? ഹെൻസ് വാഷിംഗ് ക്ലോത്ത്സ് ഈസ് ഈസിയർ വിത്ത് സോപ്പ്. സാധാരണ വെള്ളത്തിൽ തുണി കഴുകുന്നതിനേക്കാളും ഈസി ആയിട്ട് സോപ്പ് വെള്ളത്തിൽ തുണി കഴുകിയാൽ നമുക്ക് അഴുക്ക് കളയാനായിട്ട് പറ്റും.
Soap molecules can get into the particles of dirt in the fabric, attract water molecules and reduce the surface tension of water. അതായത് സോപ്പ് മോളിക്യൂൾസ് ഫാബ്രിക്കിലെ അല്ലെങ്കിൽ തുണിയിലെ ഡേർട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഡേർട്ടിനെ വാട്ടറോട് കൂടി അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഡേർട്ട് ഫാബ്രിക്കിൽ നിന്നും അല്ലെങ്കിൽ തുണിയിൽ നിന്നും റിമൂവ് ആകും. ഇത് പോസിബിൾ ആകുന്നത് സോപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. വാട്ടർ മോളിക്യൂൾസിന് ഡേർട്ടിനെ അട്രാക്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. Thus, dirt particles are easily removed from the fabric along with the water molecules. അങ്ങനെ വാട്ടർ മോളിക്യൂൾസിൻ്റെ കൂടെ ഡേർട്ട് പുറത്തേക്ക് വരുമ്പോൾ തുണിയിൽ നിന്നും ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകും. സോ ഇത് കറക്റ്റായി മനസ്സിലായല്ലോ. സോ ഇപ്പം നമ്മൾ വാട്ടർ എന്ന ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആദ്യം തന്നെ വാട്ടറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ മനസ്സിലാക്കി. പിന്നീട് ബോയിലിംഗ് പോയിൻറ്റ്, അതേപോലെ ഫ്രീസിംഗ് പോയിൻറ്റ്, ഹീറ്റ് കപ്പാസിറ്റി, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, സർഫസ് ടെൻഷൻ, ഇങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു അല്ലേ? ഇനിയും ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.